മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനുള്ള കരട് പട്ടികയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ച യോഗത്തിൽ പ്രതിഷേധം. LSDD ഡയറക്ടറാണ് മേപ്പാടി പഞ്ചായത്തിൽ യോഗം വിളിച്ചത്. കരട് പട്ടികയിൽ നിരവധി അപാകതകളുണ്ടെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം നടത്തുന്നത്. വിശദാംശങ്ങളുമായി രതീഷ് വാസുദേവനുണ്ട്. രതീഷ്, എന്താണ് ആരോപണം? അതിനാൽ നമ്മൾ രാവിലെ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം ഈ കരട് പട്ടികയിൽ ചില ആക്ഷേപങ്ങളുണ്ട്. കാരണം ഇത് പക്ഷേ ഇത് അന്തിമ പട്ടികയല്ല എന്ന് ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരും ഒക്കെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. 388 പേരുടെ പട്ടികയാണ് വന്നത്. ഇതിൽ ചില ഇരട്ടിപ്പുകളുണ്ട്, ചില ആളുകൾ ഉൾപ്പെട്ടിട്ടില്ല. അത്തരത്തിലുള്ള ആശങ്കകളും അപര്യാപ്തതകളും ഉണ്ട് എന്ന് പ്രഥമ ദൃഷ്ട്യ ഈ ദുരന്തബാധിതർ ഉൾപ്പെടെയുള്ളവർ ചില ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നു. അത് വസ്തുതയാണെന്ന് ഉദ്യോഗസ്ഥർക്ക് അടക്കമുള്ളവർക്ക് ബോധ്യമാണ്. അതിനാണ് ഈ 15 ദിവസം ഇത് തിരുത്തുവാനുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശങ്ങളൊക്കെ സമർപ്പിക്കാനുള്ള ദിവസം കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇന്ന് LSDD ഡയറക്ടർ ഇന്ന് മേപ്പാടി പഞ്ചായത്തിൽ ഇത് സംബന്ധിച്ച പരിശോധനകൾക്ക്, ചർച്ചകൾക്ക്, കാര്യങ്ങൾക്ക് എത്തിയിരുന്നു. ആ സമയത്താണ് ദുരന്തബാധിതർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ആശങ്ക അറിയിച്ചുകൊണ്ട് അവിടെ എത്തിയത്. അതൊരു പ്രതിഷേധത്തിന്റെ രൂപമായി മാറി. തങ്ങളുടെ ആശങ്ക, തങ്ങൾ ഇതിൽ നിന്ന് വിട്ടുപോകുമെന്നുള്ള സ്വാഭാവികമായ ആശങ്കയാണ് അവർ പ്രകടിപ്പിച്ചത്. എന്നാൽ ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകി ഇത് 15 ദിവസത്തിനകം ഇത്തരം വിഷയങ്ങൾ പരിഹരിക്കാനും ചർച്ച ചെയ്യാനും സമയമുണ്ട്, ഉൾപ്പെടുത്താനും സമയമുണ്ട്, തിരുത്തലുകൾക്ക് സമയമുണ്ട്. സ്വാഭാവികമായും ആ ഘട്ടത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ, ഈ പരാതികളെല്ലാം തന്നെ പരിഹരിക്കുമെന്ന് തന്നെയാണ് ഈ ഉദ്യോഗസ്ഥ സംഘം ഉറപ്പ് നൽകിയിട്ടുള്ളത്. എന്നാലും ഈ സ്വാഭാവികമായിരുന്നു ഇന്നത്തെ പ്രതിഷേധം. കാരണം അവർ ഈ പട്ടികയിൽ ഇടം കിട്ടിയില്ല എന്നുള്ള ആശങ്ക പങ്കുവെച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടായെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും ആ പ്രശ്നം പരിഹരിക്കുമെന്ന് തന്നെയാണ് DDMയും ഇപ്പോൾ ഉള്ള അവിടെ ചർച്ചയ്ക്കെത്തിയ അല്ലെങ്കിൽ സംസാരിക്കാൻ ഓഫീസിൽ സന്ദർശനത്തെത്തിയ ജോയിന്റ് ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കിയത്. എന്തായാലും പ്രതിഷേധമുണ്ടായി എന്നത് വ്യക്തമാണ്. അത് ഇത്തരം ആളുകളെ, ദുരന്തബാധിതരുടെ ആശങ്കയും വിഷമവും ഒക്കെ പങ്കുവയ്ക്കുന്ന തരത്തിൽ താങ്കൾ ലിസ്റ്റിന് പുറത്തു പോയോ എന്നുള്ള ആശങ്ക പെടുന്ന തരത്തിലുള്ള ഒരു പ്രതിഷേധമായിരുന്നു. അതിന് പരിഹാരം ഉണ്ടാവും എന്ന് തന്നെയാണ് അധികൃതർ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഉറപ്പ് നൽകിയിട്ടുള്ളത്. ആതിര, വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരട് പട്ടികയിൽ അപാകതയുണ്ട് എന്നുള്ളതാണ് ദുരന്തബാധിതരുടെ ആരോപണം. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രതീഷ് വാസുദേവൻ വയനാട്ടിൽ നിന്ന്.